ഇപ്പൊ പുതിയ വാർത്ത വരുന്നു, മെക്സിക്കോ ഇന്ത്യക്കെതിരെ 50% ടാരിഫ്. ഇന്ത്യക്കെതിരെ മാത്രമല്ല, മറ്റ് പല ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെയുണ്ട്, ചൈനയ്ക്കെതിരെയുണ്ട്, കൊറിയക്കെതിരെയുണ്ട്, മലേഷ്യക്കെതിരെയുണ്ട്, വിയറ്റ്നാമിനെതിരെയുണ്ട്, ഈ രാജ്യങ്ങൾക്കെതിരെയുണ്ട്. പക്ഷെ ഇതുണ്ടാക്കുന്നത്, നമ്മൾ ഇതിന്റെ കണക്കുകളെല്ലാം കൂട്ടി നോക്കണം. ഈ രാജ്യങ്ങൾക്കെതിരെയുണ്ട്, ഏഷ്യൻ ചില രാജ്യങ്ങൾക്കെതിരെയുണ്ട്. കണക്ക് നമ്മൾ നോക്കുമ്പോഴും ഇത് ഡയറക്റ്റ് ഇന്ത്യ അടിക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക ചൈനയെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെക്സിക്കോയിൽ മെക്സിക്കോയുമായിട്ട് ഇന്ത്യ മെക്സിക്കോ ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം 11-12 ബില്യൺ ഡോളറാണ്. ഇന്ത്യ മെക്സിക്കോ അതിൻ്റെ അകത്ത് 2 ബില്യന് താഴെയുള്ളൂ മെക്സിക്കോ ഇന്ത്യയിൽ നിന്നും, അതായത് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നത്, ഇന്ത്യയിലോട്ട് കയറ്റുമതി ചെയ്യുന്നത്. ബാക്കി മുഴുവനും ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുവാണ് മെക്സിക്കോയിൽ. ഈ എക്സ്പോർട്ട് കഴിഞ്ഞ സമയത്ത് അത് കൂടിയതിൻ്റെ കാരണം അമേരിക്കൻ ടാരിഫ് ഇന്ത്യക്കെതിരെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ എൻറൂട്ട് ചെയ്തു. അതായത് മെക്സിക്കോ ആണ് അമേരിക്കൻ രാജ്യങ്ങളുടെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എൻറൂട്ട് ചെയ്യും. കാരണം മെക്സിക്കോ അമേരിക്ക സമയം സീറോ ടാരിഫ്. അപ്പോൾ ഇതവിടെ പോയിട്ട് അത് റീപാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നേരെ അങ്ങ് അമേരിക്കയിലോട്ടൊക്കെ പോകും. അതിന് അമേരിക്കയിൽ ആ നിയമമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന എൻറൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യ ദുബായ് വഴി പോകും. ഇന്ത്യയുടെ സാധനം ഈ ദുബായ് വഴി പോകും, ചിലത് വിയറ്റ്നാം വഴി പോകും. കാരണം അവരുടെ സീറോ ടാരിഫ്, അത് അമേരിക്കൻ നിയമം ഉള്ളത് കൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ മെക്സിക്കോ ഈ 50% ഇന്ത്യയുടെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തിയപ്പോഴാണ് നമ്മുടെ ഈ എൻറൂട്ട് എന്ന് പറയുന്ന സംഭവം സക്സസ്ഫുൾ അല്ലാതായി. പിന്നെ എങ്ങനെ ഇത് പോകുന്നു? ഞാൻ നേരത്തെ ഇത് എങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പം മെക്സിക്കോയിലെ ഷിപ്മെന്റ് പോകുന്നു, അവിടുന്ന് ബൈ റോഡ് ഇത് അമേരിക്ക പോകും, ഇഷ്ടം പോലെ പോകാറുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും മോദി ഗവൺമെന്റും മനസ്സിലാക്കുന്ന അമേരിക്കൻ ടാരിഫ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള പ്രഷറാണ് അമേരിക്ക ഗെയിം കളിക്കുന്നത്.